കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിന്റെ ബാക്കി പോർഷനാണ് ഇന്ന്. എവിടെ വരെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ഡെൽറ്റ മെട്രിക്സ് വരെ കണ്ടുപിടിച്ചു ഇല്ലേ? ഇതായിരുന്നു നമുക്ക് ഡെൽറ്റ മെട്രിക്സ്. ഡെൽറ്റ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാല് സ്ക്രീനൊക്കെ എല്ലാവർക്കും വിസിബിൾ അല്ലേ? സ്ക്രീൻ കാണാലോ അല്ലേ? യെസ് മിസ്, കാണാം. അപ്പം നമുക്ക് ഡെൽറ്റ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ റിഡൻഡന്റ് ഫോഴ്സുകൾ, രണ്ട് റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ് ആയിരുന്നു, അത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇൻറ്റു ലോഡ് മെട്രിക്സ് ഈക്വൽ ടു ഡെൽറ്റ മെട്രിക്സ്. ഇവിടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ വാല്യൂ അറിയാം, ഡെൽറ്റയുടെ വാല്യൂ അറിയാം. ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെയ്ത് നോക്കാം നമുക്ക്. ഇതാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ദെൻ ഇൻറ്റു P1 P2. P1 P2 ആണ് നമ്മളുടെ റിഡൻഡന്റ് ഫോഴ്സുകൾ ഈക്വൽ ടു ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P1 P2ന്റെ വാല്യൂ കിട്ടും. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ഈ 1/3 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പം ഓരോ ടേമിന്റെയും കൂടെ ഒരു /3 വരും. 1000 എയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ 1000/3 ഇൻറ്റു P1 പ്ലസ് 2500 ഡിവൈഡഡ് ബൈ 3, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ആൻഡ് ഇൻറ്റു P2 ഈക്വൽ ടു ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് 9500. ദെൻ സിമിലർലി രണ്ടാമത്തെ റോയും നമ്മുടെ ലോഡ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2500/3 ഇൻറ്റു P1 പ്ലസ് 8000/3 ഇൻറ്റു P2 ഈക്വൽ ടു, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1000/3 P1 പ്ലസ് 2500/3 P2. ഓക്കെ, റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ എത്ര വന്നേ? P1 P2ന്റെ വാല്യൂ P1 ഈക്വൽ ടു P2 ഈക്വൽ ടു ചെയ്ത് കിട്ടിയ ആർക്കെങ്കിലും? വാല്യൂ പറയാമോ ആരെങ്കിലും? ശ്രവ്യ ഇത് സോൾവ് ചെയ്തിട്ട് വാല്യൂ പറയൂ. P1 P2ന്റെ ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ശ്രവ്യ ഉണ്ടോ? P1 P2ന്റെ വാല്യൂ പറയൂ. ചെയ്ത് കിട്ടിയല്ലേ? സോൾവ് ചെയ്തു. ഓക്കെ. വേഗാവട്ടെ. P1ന്റെ വാല്യൂ ഓക്കെ. ഞാൻ എഴുതുന്ന വാല്യൂ ശരിയാണോ എന്ന് പറയാ. ബാക്കി ആരെങ്കിലും ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ P1ന്റെ വാല്യൂ 200 kN ആൻഡ് P2ന്റെ വാല്യൂ 34 kN. നമ്മളെ P മെട്രിക്സ് എന്ത് വന്നു? 200 and 34.
ഇത് എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഡയറക്റ്റ് നമ്മൾക്കുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിലിപ്പോ നമുക്ക് കണ്ടുപിടിച്ച് കിട്ടിയത് ഏതാ? ഇതായിരുന്നു നമ്മുടെ P1. P1ന്റെ വാല്യൂ കിട്ടിയത് 200 ആൻഡ് P2ന്റെ വാല്യൂ കിട്ടിയത് 34. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമുക്ക് ഈ ഒരു റിഡൻഡന്റ് ഫോഴ്സ് കണ്ടുപിടിച്ചാൽ തീർന്നു. ഇതിപ്പോ എന്താ പിന്നെ കാന്റിലിവർ ബീം അല്ലേ? കാന്റിലിവർ ബീമിൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻസും ലോഡും വെച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇനി അത് വരച്ചു നോക്കുക. ഓക്കെ, പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു നോക്കുക. ഇതിൽ വേറെ ഒരു കാര്യമില്ല. നമ്മൾ സാധാ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ എന്താ 34, അത് അപ്വേർഡ് ആകുമ്പോൾ റൈറ്റ് അപ്വേർഡ് എന്താണ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ദെൻ ഇൻറ്റു സോറി, അത് ഷിയർ ഫോഴ്സ് ബേസിൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഇത് വെച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഓരോ സെക്ഷനിൽ. ദെൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക, വരച്ചു നോക്കുക. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഈ പ്രോബ്ലം ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുപോലെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് അടുത്ത് ചെയ്യാം. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളൊന്ന് അറ്റൻഡൻസ് പറഞ്ഞോളൂ. അനുശ്രീ, അഭിനവ്, ആദിത്യ, അഖിൽ വേണുഗോപാലൻ, അക്ഷയ് എം വി, അമൽ സി, അമൽ ലക്ഷ്മണൻ, അമൽ രാജീവ്, അമൃത കെ പി, അനഘ പവിത്രൻ, അഞ്ജലി പ്രശാന്ത്, അഞ്ജിത, അപർണ ജോസ്, അപർണ കെ എം, ആർദ്ര, അരുണിമ മോഹനൻ, അരുണിമ എം ആർ, അസ്ലിമ, അശ്വിനി, ആതിര എം പി, ഐഷ, ചൈതന്യ, ധനുഷ, ദിൽന, എബിൻ, ഗോകുൽ രാജ്, ഗോകുൽ സുഗതൻ, ഗോപിക, ജമുന, ജുവൽ, കീർത്തന, മനു, മേഘ്ന, നമ്രത, നന്ദകൃഷ്ണ, നീതുൽ, നിമിഷ, നിവിൽ, ശ്രവ്യ, രേവതി, റിനിൽ, റുസ്നബി, സാൻഡ്ര, വിളിക്കുന്ന മൊമെന്റിൽ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, സായന്ത് പിന്നീട് ചാറ്റ് ബോക്സിൽ ഇടാം. സായന്ത്, ഷഹാന,
Present, Miss. Sharon, Present, Miss. Shivapriya, Present, Miss. Sandra. Okay. Shivapriya. മിസ് അഭിനവ് Okay. പ്രസന്റ് ആണ്. Shivapriya, Sneha, Present, Miss. Shreya, Present, Miss. Vaishakhi, Present, Miss. Vasisht, Vishnu, Present, Miss. Sakya. Present, Miss. Okay. മിസ് നെവിൽ പ്രസന്റ് ആണ്. Okay. Miss Aparna Joseph present. അവർക്ക് നെറ്റ് കട്ടായി പോയി. Okay. കീർത്തന ഉണ്ടോ? കീർത്തന ആർദ്ര. ഓ സഞ്ജിത ഉണ്ടായിരുന്നു മിസ്. നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. ആർദ്രയോ? ഓക്കെ. ഇതിൽ ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തില്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നിങ്ങൾ വരച്ചു നോക്കൂലേ? ഒരു ക്യാൻറ്റിലിവറിലെ ലോഡോ ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ അറിയാമായിരിക്കുമല്ലോ. വരച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. നമുക്കിന്ന് അടുത്ത പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെ, ബീം തന്നെ. ചെറിയ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിഡൻഡന്റ് ഫോഴ്സ് എടുക്കുന്നത് റിയാക്ഷന് പകരം ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ്, അതായത് വെർട്ടിക്കൽ റിയാക്ഷന് പകരം ഇവിടെ റിഡൻഡന്റ് ആയിട്ട് എടുക്കുന്നത് മൊമെന്റ് ആണ്. അത് വരുമ്പം എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ. അതിലാദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് 4 ജോയിൻസ് ഉണ്ട്, ഒരു 4 സപ്പോർട്ട് ഉണ്ട്, ABCD, 3 സ്പാൻ ഉണ്ട്. അല്ലാതെ ഫസ്റ്റ് സ്പാൻ എന്ന് പറയുന്ന ABയിൽ എന്താണ്? ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നത്. UDLന്റെ വാല്യൂ 40 kN/m. ദെൻ സെക്കൻഡ് സ്പാൻ ആയിട്ടുള്ള BCയിൽ 120 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? എക്സെൻട്രിക് ആയിട്ടാണ്. അതായത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 4 മീറ്റർ ആൻഡ് റൈറ്റ് സപ്പോർട്ടിൽ നിന്ന് 8 മീറ്റർ ആയിട്ട്. ദെൻ CD-യിലും UDL അതിന്റെ വാല്യൂ 20 kN/m. അപ്പം എന്താണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റിഡൻഡന്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കുക, ഓർ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക. BS = R-3. ഇവിടെ R എന്ന് പറയുന്നത് ടോട്ടൽ സപ്പോർട്ട് റിയാക്ഷൻസ്. അപ്പൊ ഹിഞ്ചിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ദെൻ ഓരോ 3 എണ്ണം ഉണ്ട്. അപ്പം ആകെ 5 റിയാക്ഷൻ. 5 - 3 = 2. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റിഡൻഡന്റ് ഫോഴ്സുകൾ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. ഓൾസോ ഓർഡർ ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. BS കിട്ടിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓർ 2/2 മെട്രിക്സ് ആയിരിക്കും. ഇനിയിപ്പോ എന്താണ്? നമുക്ക് സെലക്ട് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ എന്താ ഒരു ഫിക്സഡ് എൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താ അവിടുത്തെ മൊമെന്റ് ഒക്കെ എടുക്കാം. ബട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വെർട്ടിക്കൽ ഫോഴ്സ് അറ്റ് ബിയും ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സിയും എടുക്കാം. അതായത് ഒരു കേസ് എന്ന് പറയുന്നത് VBയും
വി സിയും എനിക്ക് രണ്ട് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഈ ഒരു ബീം എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി. പിന്നെ എനിക്ക് ചെയ്തു പോകാം. ബട്ട് ഇവിടെ അതല്ലാതെ വേറൊരു കേസ് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തില് തേർഡ് കേസ് പറഞ്ഞു. അതായത് കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ കണ്ടിന്യൂസ് ബീമിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ടുകളിൽ ആ സപ്പോർട്ട് റിയാക്ഷന് പുറമെ ആ സപ്പോർട്ടില് അഡ്ജസന്റ് മെമ്പേഴ്സ് കാരണം, അല്ലെങ്കിൽ നമ്മൾ മുന്നത്തൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, ലാസ്റ്റ് വരച്ചു വരുമ്പോൾ സപ്പോർട്ടിൽ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ വരുന്നുണ്ട്, ഹോഗിങ് മൊമെന്റ്, ഒരു നെഗറ്റീവ് മൊമെന്റ് സപ്പോർട്ടിൽ ഉണ്ടാവുന്നുണ്ട്. ആ മൊമെന്റിനെ എനിക്ക് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ആ ഫോഴ്സിനെ റിമൂവ് ചെയ്യാം. പിന്നെ അപ്പൊ ബിയിലും സിയിലും എന്തായി, രണ്ട് എന്താണ്, ബിയിലെ മൊമെന്റിനെ ഞാൻ റിമൂവ് ചെയ്യണമെങ്കിൽ ബിയിൽ ഒരു ഇന്റേണൽ ഹിഞ്ച് ഡെവലപ്പ് ചെയ്യും ആൻഡ് സിയിലൊരു ഇന്റേണൽ ഹിഞ്ച് ഡെവലപ്പ് ചെയ്യും വെൻ എം സി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടെ എം ബിയും എം സിയും എനിക്ക് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെമ്പർ എങ്ങനെ വരും, ഇതുപോലെ തന്നെ വരും. ബിയിലൊരു ഇന്റേണൽ ഹിഞ്ച് ഉണ്ടാവും, സിയിലൊരു ഇന്റേണൽ ഹിഞ്ച് ഉണ്ടാവും. ബട്ട് ഈ രണ്ട് സ്ട്രക്ചർ എന്താണ്, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ്. അപ്പോഴും റിഡൻഡന്റ് ഫോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടത് എന്താ, വി ബിയും വി സിയും യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതായിട്ട്. ഇവിടെ നമ്മൾ എം ബിയും എം സിയും യൂസ് ചെയ്യാണ്. അത് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കാം. Select MB and MC as redundant forces. ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യാണ്, ഈ ഒരു ബീമിനെ. അപ്പൊ എം ബി എം സി ആണ് നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് അത് തന്നെയായിരിക്കും നമ്മളുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ബിയിലും സിയിലും മൊമെന്റ്, ആ മൊമെന്റ് ആണ് നമ്മുടെ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. ഞാൻ ആ കോർഡിനേറ്റ്സ് ആൻഡ് ബീം എല്ലാം കൂടെ എടുത്തു വരയ്ക്കാം. ഇതാണ് ബി. ബിയില് മൊമെന്റ് എന്നല്ലേ പറഞ്ഞത്, അപ്പൊ മൊമെന്റിനെ ഞാൻ എന്താ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാണ്. അതായത് ഈ ഒരു സപ്പോർട്ടിന്റെ രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, എ ബി സി ഡി. ഇപ്പൊ ബി എന്ന് പറയുന്ന സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ബിയില് റൈറ്റിലെ മെമ്പറിൽ ഒരു മൊമെന്റ്, ലെഫ്റ്റ് മെമ്പറിലും അഡ്ജസന്റ് ആയിട്ട് രണ്ട് മൊമെന്റ്. അങ്ങനെയാണ് ബിയിലെ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുക. ദെൻ സിയിൽ വരുമ്പോഴും അതുപോലെ തന്നെ. ഇതാണ് എം ബി, ഇതാണ് എം സി. അപ്പൊ ഇതാണ് നമ്മളുടെ കോർഡിനേറ്റ്സ്, രണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് മൊമെന്റ് അറ്റ് ബി ആൻഡ് മൊമെന്റ് അറ്റ് സി. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ബിയും ഡിസ്പ്ലേസ്മെന്റ് അറ്റ് സിയും കാണുമ്പോൾ എന്താണ്, ഇവിടുത്തെ കോർഡിനേറ്റ് എന്താ, മൊമെന്റ് ആണ്. അപ്പൊ ഈ കോർഡിനേറ്റ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, മൊമെന്റ് കാരണം ഉണ്ടാവുന്ന എന്താണ്, റൊട്ടേഷൻ. അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ കോർഡിനേറ്റ് എന്താണോ അതിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മൊമെന്റ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും റൊട്ടേഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പം എന്താണ്, എം ബി എം സി റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് കൊടുത്തു ആൻഡ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാ, എം ബി ഈക്വൽ ടു 1 ആൻഡ് എം സി ഈക്വൽ ടു 1. രണ്ടിനും യൂണിറ്റ് വാല്യൂ കൊടുക്കും. ഇനി യൂണിറ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് എന്റെ കോർഡിനേറ്റ് 1, ഇതാണ് എന്റെ കോർഡിനേറ്റ് 2. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് F11, F12, F21 and F22. അപ്പൊ F11 എന്ന് പറഞ്ഞാല് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 1. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആയിരിക്കും, മൊമെന്റ് അല്ലേ. അപ്പം F11 എന്ന് പറഞ്ഞാല് ക്ലിയർ ആവാൻ വേണ്ടി ഹലോ, പറയൂ. സ്ക്രീന് പ്രസന്റ് ചെയ്തിനോ? അതെല്ലോ, പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. സ്ക്രീൻ വിസിബിൾ അല്ല നിങ്ങൾക്കാർക്കും? എല്ലാവർക്കും കാണുന്നുണ്ട് മിസ്. ആ മിസ് കാണുന്നുണ്ട്. റിനിൽ നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമോ? ഒന്ന് എക്സിറ്റ് ആയിട്ട് വരാം ഒരു മിനിറ്റ്. മിസ് നേരത്തെ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു മിസ്, ലെഫ്റ്റ് ആയി പോയി. ആർദർ പ്രസന്റ് ആണ്. റിനിലിന് ശരിയായോ പറയണേ? ഓക്കെ,
ഓക്കെ, ക്ലാസ് കണ്ടിന്യൂ ആണ് ഞാൻ. F11 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അറ്റ് കോർഡിനേറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് കോർഡിനേറ്റ് 1. അപ്പൊ ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? റൊട്ടേഷൻ ആണ് ഡ്യൂ ടു യൂണിറ്റ് മൊമെന്റ് അറ്റ് ബി. ദെൻ F12 എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഇത് ഏതാണ്? റൊട്ടേഷൻ അറ്റ് കോർഡിനേറ്റ് 1 ഡ്യൂ ടു മൊമെന്റ് അറ്റ് കോർഡിനേറ്റ് 1, യൂണിറ്റ് മൊമെന്റ്. സിമിലർലി F21 എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞേ ഉള്ളൂ. ദെൻ F12 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതായത് റൊട്ടേഷൻ ഡ്യൂ ടു ലോഡ് അറ്റ് 2, അതായത് സിയിലുള്ള 2 എന്ന് പറയുന്ന കോർഡിനേറ്റിലുള്ള മൊമെന്റ് കാരണം 1 ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അഥവാ 1 ഉണ്ടാവുന്ന റൊട്ടേഷൻ. സിമിലർലി F21 എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവുന്ന റൊട്ടേഷൻ ഡ്യൂ ടു 1 മൊമെന്റ്. ആൻഡ് F22 എന്ന് പറഞ്ഞാൽ 2 റൊട്ടേഷൻ ഡ്യൂ ടു 2 മൊമെന്റ്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് ആണ്. ഓക്കെ, കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എടുത്താൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ കോഞ്ചുഗേറ്റ് ബീമിലെ റിയാക്ഷൻ എടുത്താൽ മതി, ഓർ ഷിയർ ഫോഴ്സ് എടുത്താൽ മതി. കോഞ്ചുഗേറ്റ് ബീമിലെ മൊമെന്റ് എടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും ഒറിജിനൽ ബീമില്. കോഞ്ചുഗേറ്റ് ബീമില് റിയാക്ഷൻ എടുത്താൽ ഓർ ഷിയർ ഫോഴ്സ് എടുത്താൽ നമുക്ക് ഒറിജിനൽ ബീമില് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ഓർ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അത് ഓർത്ത് വെക്കാം. ഇവിടെ നമുക്ക് എന്താ? അപ്പൊ കോഞ്ചുഗേറ്റ് ബീം വരച്ചിട്ട് അവിടെ നമുക്ക് കറസ്പോണ്ടിങ് കോർഡിനേറ്റില് റിയാക്ഷൻ കണ്ടാൽ മതി. കോഞ്ചുഗേറ്റ് ബീമില് റിയാക്ഷൻ കണ്ടാൽ ഒറിജിനൽ ബീമില് റൊട്ടേഷന്റെ വാല്യൂ കിട്ടും നമുക്ക്. അപ്പൊ ഞാൻ ഇവിടെ എന്താ? ഓരോ മെമ്പറിലെയും ഓരോ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം ഓരോ കോർഡിനേറ്റ് എടുക്കുക. എന്നിട്ട് ആ ഓരോ കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ വരാൻ നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ കോർഡിനേറ്റ് 1 എടുക്കുകയാണ്. കോർഡിനേറ്റ് 1 ഇതാണ് സി. ഇനി കോർഡിനേറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊമെന്റ് ആണ് അല്ലെ? ഇത് നോക്കാം. ഇങ്ങനെ നമ്മൾ ഒരു മെമ്പറിൽ ഇതാണ് എന്റെ മെമ്പർ എങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെയല്ലേ മൊമെന്റ് വരുന്നത്? ഈ ഒരു മൊമെന്റ് വന്നാല് ഇതെന്താണ്? സോറി, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതെന്താ? ഒരു യൂണിറ്റ് മൊമെന്റ് ആണ്. യൂണിറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ 1 kN മീറ്റർ എന്ന് പറയുന്ന മൊമെന്റ്. അത് ഈ സപ്പോർട്ടിലാണ് ആക്ട് ചെയ്യുന്നത്. MB എന്ന് പറയുന്ന സപ്പോർട്ടിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ആ സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റിനെ ഒരു ഓർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഈ ഹൈറ്റിൽ ഞാൻ 1 എന്ന് പറയുന്ന ഓർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യണം. ഓർഡിനേറ്റ് 1. ദെൻ മൊമെന്റ് അറ്റ് എ എന്താ? 0 ആണ്. ഇവിടെ ഒരു ലോഡ് അറ്റ് എ ടൈം കൺസിഡർ ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സിയിൽ ലോഡ് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കാണ്. അപ്പൊ സിയിൽ എന്താണ്? മൊമെന്റ് 0 ആണ്. ദെൻ ഡിയില് മൊമെന്റ് 0 ആണ്. കാരണം ഇതെല്ലാം സപ്പോർട്ടാണ്. ആൻഡ് ഇതിനെ ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ബിയിൽ മാത്രമാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 kN മീറ്റർ ആണ്. അതിനെ ഞാൻ ഓർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. MA, MC, MD എല്ലാം 0 ആണ്. ഇവിടെ 2 എന്ന് പറയുന്ന ഈ ഒരു കോർഡിനേറ്റ് ലോഡ് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. അറ്റ് എ ടൈം ഒരു ലോഡ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ മൊമെന്റ് ഡയഗ്രാം വരിക. ഇനി കോഞ്ചുഗേറ്റ് ബീം ആക്കുമ്പോൾ ഇതിനെ തന്നെ ഞാൻ കോഞ്ചുഗേറ്റ് ബീം ആയിട്ട് വരയ്ക്കുകയാണ്. കോഞ്ചുഗേറ്റ് ബീം ആയിട്ട് വരയ്ക്കുമ്പോൾ 1/EI ആയിരിക്കും. അതായത് M/EI. ഇതെന്താ? ലോഡിംഗ് ആയിട്ട് വരും. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയിലെ റൊട്ടേഷൻ ആണ്. ബിയിലെ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ബിയിൽ ആക്ച്വലി ഒരു സപ്പോർട്ട് അല്ലേ നമ്മൾ പറഞ്ഞത്? സപ്പോർട്ടിലെ മൊമെന്റ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ കോഞ്ചുഗേറ്റ് ബീമിലെ റിയാക്ഷൻ അറ്റ് ബി, ബിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ. അപ്പൊ ബിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു എൻഡിൽ നിന്ന് കണ്ടുപിടിച്ചാൽ പോരാ. അതായത് ഈ റിയാക്ഷനെ ഞാൻ RA ഡാഷ് എന്ന് വിളിക്കുകയാണ്. ആൻഡ് ഈ റിയാക്ഷനെ ഞാൻ RC ഡാഷ്, ആൻഡ് ഇത്
ആർ ഡി ഡാഷ്. ഫസ്റ്റ് കേസ് ഒരു കേസ് എടുക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആർ എ ഡാഷ്, ആർ സി ഡാഷ്, ആർ ഡി ഡാഷ് എന്ന് പറയുന്നത്. ഇനി ബിയിലെ റിയാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബിയിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് മൊമെന്റ് അല്ലേ ഞാൻ കാണിച്ചിട്ടുള്ളത്, രണ്ട് അഡ്ജസെന്റ് മെമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് മെമ്പറിലെയും മൊമെന്റ്. അപ്പൊ ഞാൻ ഇവിടെയും അതുപോലെ തന്നെ റിയാക്ഷനെ കാണിക്കുകയാണ്. ഇതെന്താണ്, ആർ ബി, ഇതും ആർ ബി. ആൻഡ് ഇതിനെ ഞാൻ ആർ ബി 1 ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്, ഇതിനെ ആർ ബി 2 ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അതായത് ഒന്നുമില്ല, ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ടിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമ്മൾ മൊമെന്റിനെ കാണിച്ചത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റില് ആർ ബി 1 ഡാഷും റൈറ്റില് ആർ ബി 2 ഡാഷും കാണിക്കാം. അപ്പൊ നെറ്റ് ഇവിടുത്തെ ആർ ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ സം ആയിരിക്കും ആർ ബി 1 ഡാഷ് പ്ലസ് ആർ ബി 2 ഡാഷ്. ഓക്കെ, എന്നിട്ട് നമുക്കപ്പം ഇത് ഈ രണ്ടും കണ്ടുപിടിച്ചിട്ട് സം ചെയ്താൽ ആർ ബി ഡാഷ് നെറ്റ് റിയാക്ഷൻ കിട്ടും ഫസ്റ്റ് കേസിൽ. അപ്പൊ ഇവിടെ ഞാൻ ഇതിന് സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യാൻ നേരം ഇതെന്താ, കോൺജുഗേറ്റ് ബീം അല്ലേ, കോൺജുഗേറ്റ് ബീമിന്റെ ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് വരയ്ക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു എ സി എന്ന് പറയുന്ന എ ബി സി എന്ന് പറയുന്ന മാത്രം സ്പാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഈ ലോഡിംഗ് എന്താ, സിമെട്രിക് ലോഡിംഗ് ആണ്. സിമെട്രിക് ലോഡിംഗ് ആണെന്ന് പറയുമ്പോൾ ആർ എ ഡാഷും ആർ സി ഡാഷും ഈക്വൽ ആയിരിക്കും. സിമിലർലി സിമെട്രിക് ആണ്, അതുപോലെ തന്നെ ആർ ബി 1 ഡാഷും ആർ ബി 2 ഡാഷും സെയിം ആയിരിക്കും അല്ലെ. ബട്ട് നെറ്റ് ആർ ബി ഡാഷ് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും സം ആയിരിക്കും. സെപ്പറേറ്റ് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. സിമിലർ ആണെങ്കിൽ ആർ എ ഡാഷും ആർ സി ഡാഷും ഈക്വൽ ആയിരിക്കും. സിമിലർലി ആർ ബി 1 ഡാഷും ആർ ബി 2 ഡാഷും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് ഞാൻ ഇത്രയും ഒരു പോർഷൻ എടുക്കുകയാണ്. അതായത് ഫസ്റ്റ് ട്രയാങ്കിൾ ഇതെന്താ, ആർ എ ഡാഷ്, ഇത് ആർ ബി 1 ഡാഷ്. ഇതാണ് ലോഡിംഗ് 1/EA ആണ് മാക്സിമം ഓർഡിനേറ്റ്. ഇതിന്റെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ എ ഡാഷും കാണണം, ആർ ബി 1 ഡാഷും കാണണം. അതിൽ ആദ്യം ഞാൻ സിഗ്മ മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എടുക്കുകയാണ്. അപ്പം മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ലോഡ് കാരണമുള്ള മൊമെന്റ് ആദ്യം ഇതിന്റെ മൊമെന്റ് എടുക്കാം. അപ്പം ആദ്യം ലോഡിംഗ് ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു സ്പാൻ എത്രയായിരുന്നു, എല്ലാം 12 മീറ്റർ ആണ്. ഇത് മൂന്നും 12 മീറ്റർ ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു, ഞാൻ ഇപ്പൊ എടുത്ത് വരച്ചിട്ടുള്ളത് എ ബി ആണ്, അപ്പൊ ഇതും 12 മീറ്റർ ആണ്. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 1/EA. ഇത് ഈ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ വന്നു. ഇൻറ്റു ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു എ അല്ലേ, ഇത് എത്ര വരും, 2/3 ഇൻറ്റു 12. 2/3 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 8 മീറ്റർ വരും. അപ്പൊ ഇവിടെ ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 8. ഒരു സെക്കൻഡ്, ഓക്കെ. അപ്പം ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരിക, 2/3 ഇൻറ്റു 12, 8 മീറ്റർ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള 8. ഇത് ലോഡ് കാരണം. ദെൻ മൈനസ് ഇതെന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ, താഴോട്ടല്ലേ ലോഡ് ആക്ട് ചെയ്യുന്നത്, ഇതെന്താ ക്ലോക്ക് വൈസ് മൊമെന്റ്, സോ പോസിറ്റീവ്. മൈനസ് ആർ ബി 1 ഡാഷ് എന്ന് പറയുന്നത് അപ്പോർഡ് ഡയറക്ഷനിൽ, ഇത് എന്താ ഉണ്ടാക്കുന്നത്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ആർ ബി 1 ഡാഷ് ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 12 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആർ ബി 1 ഡാഷിന്റെ വാല്യൂ കിട്ടും. 2ഉം 12ഉം വെട്ടിപ്പോയി 6. ഇതിൽ നിന്ന് ആർ ബി 1 ഡാഷിന്റെ വാല്യൂ എനിക്ക് കിട്ടുക 4/EA. അപ്പൊ ആർ ബി 1 ഡാഷ് കിട്ടിയാൽ
ആർ ബി ടു ഡാഷിന്റെ വാല്യൂം എന്ത് തന്നെയാണ് 4/EA തന്നെയാണ്. അപ്പൊ നമുക്ക് നെറ്റ് ആർ ബി ഡാഷിന്റെ വാല്യൂ കിട്ടാണ്. ആർ ബി ഡാഷ് എന്ന് പറഞ്ഞാല് ആർ ബി വൺ ഡാഷ് പ്ലസ് ആർ ബി ടു ഡാഷ് ഈക്വൽ ടു 4/EI പ്ലസ് 4/EI ഈക്വൽ ടു 8/EI. ഇനി നമുക്ക് എന്താണ് ഇപ്പൊ ആർ ബി ഡാഷ് കിട്ടി. ഇതുപോലെ നമുക്ക് ആർ എ ഡാഷ് കൂടെ കാണണം. ഇവിടെ എന്താണ് വൺസ് ആർ ബി വൺ ഡാഷ് കിട്ടിയാലും നമുക്ക് ആർ എ ഡാഷ് കാണാൻ പറ്റും. എങ്ങനെ കാണാം? സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0. അപ്പം ആർ എ ഡാഷ് പ്ലസ് ആർ ബി ഡാഷ് രണ്ടും ആർ ബി വൺ ഡാഷ് ഈക്വൽ ടു ഇത് രണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ വരും. 1/2 ഇൻറ്റു 12 ഇൻറ്റു 1/EA. അപ്പൊ ആർ ബി വൺ ഡാഷിന്റെ വാല്യൂ അറിയാ 4/EA എന്നാണ്. ആർ എ ഡാഷിന്റെ വാല്യൂ അപ്പൊ എന്ത് വരും? 6/EI മൈനസ് 4/EI ഈക്വൽ ടു 2/EI. ഇതെന്താ വാല്യൂ വന്നത്? നമുക്ക് ആർ എ ഡാഷിന്റെ വാല്യൂ ആണ്. ഞാൻ പറഞ്ഞു ആർ എ ഡാഷിന്റെ വാല്യൂം ആർ സി ഡാഷിന്റെ വാല്യൂം ഈക്വൽ ആണ്. അപ്പൊ എഴുതാം ആർ എ ഡാഷ് ഈക്വൽ ടു ആർ സി ഡാഷ് ഈക്വൽ ടു 2/EI ആൻഡ് ആർ ബി ഡാഷ് ഈക്വൽ ടു 8/EI. അപ്പൊ ഫസ്റ്റ് കോർഡിനേറ്റ് എടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് കോർഡിനേറ്റിൽ നിന്ന് ആർ എ ഡാഷിന്റെ വാല്യൂ കിട്ടി, ആർ ബി ഡാഷിന്റെ വാല്യൂ കിട്ടി, ആർ സി ഡാഷിന്റെ വാല്യൂ കിട്ടി. ഇവിടെ നോക്കുമ്പോൾ F11 എന്ന് പറയുന്നത് എന്താണ്? F11 എന്ന് പറയുന്നത് റൊട്ടേഷൻ അറ്റ് കോർഡിനേറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് കോർഡിനേറ്റ് 1. അത് തന്നെയാണ് ഇവിടുത്തെ കോൺജുഗേറ്റ് ബീമിലെ റിയാക്ഷൻ എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് ബീമിലെ റിയാക്ഷൻ എന്താ? ആർ ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ബിയിലെ റൊട്ടേഷന്റെ വാല്യൂ ആണ്. ഓർ F11 ഈക്വൽ ടു ആർ ബി ഡാഷ് എന്ന് എഴുതാം. സിമിലർലി വണ്ണിലെ ലോഡ് കാരണം സിയിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ് ആർ സി ഡാഷ്. ഓർ കോൺജുഗേറ്റ് ബീമിലെ റിയാക്ഷൻ അല്ലേ ഒറിജിനൽ ബീമിലെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആർ സി ഡാഷ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്താ തരുന്നത്? ഒറിജിനൽ ബീമില് സി എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ് ഡ്യൂ ടു എന്ത്? ഫസ്റ്റില് മൊമെന്റ് കാരണം. അതെന്താ? F21 ആണ് ഈ ആർ ബി ഡാഷും, F11 ആണ് F11 ആണ് ആർ ബി ഡാഷ്, F21 ആണ് ആർ സി ഡാഷ്. കൺഫ്യൂഷൻ ആയോ? നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് നമുക്കുള്ള ബീം. ഈ ബീമിൽ രണ്ട് കോർഡിനേറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആണ്, സെക്കൻഡ് കോർഡിനേറ്റ് മൊമെന്റ് ആണ്. മൊമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കാണാന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ആണ് കാണേണ്ടത്. അതിനുവേണ്ടി ഞാൻ കോൺജുഗേറ്റ് ബീം വരച്ചു. ആദ്യം ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രം എടുത്തു, സെക്കൻഡ് കോർഡിനേറ്റ് അവിടെ റിമൂവ് ചെയ്യാം. ഫസ്റ്റ് കോർഡിനേറ്റ് എടുക്കുമ്പോൾ അത് മൊമെന്റിന്റെ വാല്യൂ 1 ആണ്. അതിനെ ഞാൻ ഇവിടെ ഓർഡിനേറ്റ് ആയിട്ട് വരച്ചു. ദെൻ എംഎയും എം സിയും 0 ആണ്. അതിന് ജോയിൻ ചെയ്ത് വരച്ചു കഴിയുമ്പോൾ നമ്മുടെ മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പിൽ വന്നു. മാക്സിമം ഓർഡിനേറ്റിന്റെ വാല്യൂ 1. കോൺജുഗേറ്റ് ബീം ആവുമ്പോൾ മൊമെന്റ് ബൈ EI ആണ് ലോഡിംഗ് ആയിട്ട് വരിക. മൊമെന്റ് ബൈ EI ആണ് കോർഡിനേറ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ M/EI ആയിരിക്കും, 1/EI ആയിരിക്കും മാക്സിമം ഓർഡിനേറ്റ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ ബിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന റൊട്ടേഷനും സെക്കൻഡ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന റൊട്ടേഷനും എന്ത് കാരണം? ഒന്നാമത്തെ കോർഡിനേറ്റില് മൊമെന്റ് കാരണം. അപ്പോ റൊട്ടേഷൻ അറ്റ് ബി ആൻഡ് റൊട്ടേഷൻ അറ്റ് സി ആണ് കാണേണ്ടത്. അപ്പൊ കോൺജുഗേറ്റ് ബീമിലെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ബിയിലെ റിയാക്ഷനും സിയിലെ റിയാക്ഷനും ആണ്. അപ്പൊ ആർ ബിയും ആർ സി ആണ് എനിക്ക് കാണേണ്ടത്. അതിനകത്ത് ആർ ബി എന്ന് പറയുന്നത് ആർ ബി വൺ ഡാഷ് പ്ലസ് ആർ ബി ടു ഡാഷ് ആയിരിക്കും. ആൻഡ് ആർ സി എന്ന് പറയുന്നത് ആർ സി ഡാഷ് ആണ്. ഇനി ഈ ഒരു ഫസ്റ്റ് ട്രയാങ്കിൾ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ എടുത്തിട്ട് മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 ചെയ്ത് കഴിയുമ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്നത് ആർ ബി വൺ ഡാഷിന്റെ വാല്യൂ ആണ്. ആൻഡ് ആർ ബി വൺ ഡാഷും ആർ ബി ടു ഡാഷും ഈക്വൽ ആയിരിക്കും, കാരണം ഈ ട്രയാങ്കിൾ സിമെട്രിക് ആണ്. ദെൻ ആർ ബി വൺ ഡാഷ് കിട്ടിയാൽ അതിനോട് ഈക്വൽ ആണ് ആർ ബി ടു ഡാഷ് എന്ന് പറയുന്നത്. രണ്ടിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ആർ ബി ഡാഷ് കിട്ടും. ആർ ബി ഡാഷിന്റെ വാല്യൂ ആണ് 8/EI എന്ന് വന്നത്. സിമിലർലി
ഇതിന്റെ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് 0 എന്ന് എടുത്തു കഴിയുമ്പോൾ RA' വാല്യൂ കൂടെ കിട്ടും. RA' വാല്യൂ എന്ന് പറയുന്നത് RC' ഈക്വൽ ആണ്. RC' ഈക്വൽ ആയി കഴിഞ്ഞാല് RC' എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ റൊട്ടേഷന്റെ വാല്യൂ ആണ്. നമുക്ക് കിട്ടേണ്ടത് F11 ഉം F21 ഉം. F11 എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിലെ റൊട്ടേഷൻ ഡ്യൂ ടു ഫസ്റ്റ് കോർഡിനേറ്റിലെ മൊമെന്റ്, ആൻഡ് F21 എന്ന് പറയുന്നത് സെക്കൻഡ് കോർഡിനേറ്റിലെ റൊട്ടേഷൻ ഡ്യൂ ടു ഫസ്റ്റ് കോർഡിനേറ്റിലെ മൊമെന്റ്. അപ്പൊ RB' ആണ് F11 എന്ന് പറയുന്നത്, RC' ആണ് F21 എന്ന് പറയുന്നത്. ഈ രണ്ട് വാല്യൂ നമുക്ക് ഈ ഒരു ട്രയാംഗിളിൽ നിന്ന് തന്നെ കിട്ടും. ക്ലിയർ ആണോ? ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ കോർഡിനേറ്റ് എടുക്കുക. രണ്ടാമത്തെ കോർഡിനേറ്റ് എടുത്തു കഴിയുമ്പോഴും ഇവിടെ രണ്ടാമത്തെ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ RC1' ഉം RC2' വരും. അത് രണ്ടും കണ്ടുപിടിക്കുക. RB' കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കോർഡിനേറ്റ് എടുക്കുമ്പോൾ ഞാൻ ഡാഷിന് വരും 2 ഡാഷ് കൊടുക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇത്ര എഴുതിയെടുത്തോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് ചെയ്യാം. രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ കോൺജുഗേറ്റ് ബീം വരയ്ക്കുകയാണ്. ഇതിന്റെ കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 1 kN/m സിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ കോർഡിനേറ്റ് അല്ലേ, ആൻഡ് ആ മൊമെന്റ് ഞാൻ കൂട്ടി വരയ്ക്കാം. ഇത് സിമെട്രിക് ആണ്. ഞാനിപ്പോ വരച്ചതിലുള്ള മിസ്റ്റേക്കേ ഉള്ളൂ. ഇത് A, B, C ആൻഡ് D. 1/EI ലോഡിംഗ് ആയിട്ട് കാണിക്കുക. ഇനി ഇവിടുത്തെ റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. ഇതെന്താ? RD', ഇത് RB', ആൻഡ് ഇവിടെ ഞാൻ RC1' ആൻഡ് RC2'. നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് RC' ഈക്വൽ ടു RC1' പ്ലസ് RC2'. ഈ RC' എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? F22 ഈക്വൽ ആണ്. ആൻഡ് RB1' എന്ന് പറയുന്നത് F21 ഈക്വൽ ആണ്. കാരണം ലോഡ് എന്ന് പറയുന്നത് സെക്കൻഡ് കോർഡിനേറ്റിലാണ്. സെക്കൻഡ് കോർഡിനേറ്റിലെ ലോഡ് കാരണം ഫസ്റ്റ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് F12. ഒരു സെക്കൻഡ്. ഓക്കെ. സെക്കൻഡ് കോർഡിനേറ്റിലെ ലോഡ് കാരണം ഫസ്റ്റ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ് കോൺജുഗേറ്റ് ബീമിലെ RB' എന്ന് പറയുന്ന വാല്യൂ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RB' ഉം RC' ആണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രയാങ്കിൾ എടുക്കാം കേട്ടോ. ഹാഫ് സെക്ഷൻ എടുത്താൽ മതി, കാരണം ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഒരു ട്രയാങ്കിളിന്റെ പകുതി എടുത്താൽ മതി. ഞാൻ ആദ്യം എടുക്കുന്ന ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ എടുക്കാം. ഡയറക്ട്ലി നമുക്ക് വാല്യൂ കിട്ടും. ഇത് RB', ഇതെന്താണ്? RC1', 1/EA. ഇത് ഞാൻ സോൾവ് ചെയ്യാണ്. ആദ്യം മൊമെന്റ് അബൌട്ട് B ഈക്വൽ ടു 0. മൊമെന്റ് അബൌട്ട് B ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയാം 12 × 12 × 1/EI ഇൻറ്റു 2/3 × 12 മൈനസ് RC1' ഇൻറ്റു 12 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എന്ത് കിട്ടും? 6/EI ഇൻറ്റു 8 ഈക്വൽ ടു 12 RC1'. അപ്പൊ RC1'ന്റെ വാല്യൂ എനിക്ക് എന്ത് വരും? 4/EI എന്ന് വരും. അത് തന്നെയായിരിക്കും എന്ത്? RC2'ന്റെ വാല്യൂ. അപ്പൊ നെറ്റ് RC' വാല്യൂ എന്താണ്? RC1' പ്ലസ് RC2' ഈക്വൽ ടു 8/EI എന്ന് വരും. ഇവിടെ അപ്പൊ F22ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8/EI എന്ന് വരും. ഇതിനകത്ത് തന്നെ സിഗ്മ V ഈക്വൽ ടു 0 ചെയ്ത് കഴിയുമ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ്. സോ RB' പ്ലസ് RC1' ഈക്വൽ ടു ഏരിയ 12 × 12 × 1/EI ആൻഡ് RB'ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുക
2/E ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? F11, F12 എഫ് മെട്രിക്സിന്റെ എല്ലാ വാല്യൂസും കിട്ടി. F11 എന്ന് പറയുന്നത് കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടി. F11 എന്താണ്? F11 എന്ന് പറയുന്നത് RB ഡാഷിന്റെ വാല്യൂ 4/EI ആൻഡ് RC ഡാഷ് എന്ന് പറയുന്നത് F21 4/EI സോറി RB ഡാഷിന്റെ വാല്യൂ 8/EI ആൻഡ് RC ഡാഷിന്റെ വാല്യൂ 2/EI. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്നുമില്ല. ഒരു കോർഡിനേറ്റ് ആദ്യം എടുക്കുക, അത് വെച്ചിട്ട് റിയാക്ഷൻസ് കാണാം കോൺജുഗേറ്റ് ബീം യൂസ് ചെയ്തിട്ട്. രണ്ടാമത്തെ കോർഡിനേറ്റ് എടുക്കുക, അത് വെച്ചിട്ട് റിയാക്ഷൻസ് കാണാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് F11, F12 എന്നുള്ളത് മെട്രിക്സ് ഫോമിൽ അങ്ങ് എഴുതാം. ഇത്രേ ഉള്ളൂ കാര്യം. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ടൈം ആയില്ലേ? ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തുള്ളൂ നിങ്ങൾ. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചോദിച്ചാൽ മതി.